കോൺഗ്രസ് പാർട്ടിക്ക് വീണ്ടും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയിരിക്കുന്നു. അത് CPM-ൻ്റെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിലെ അംഗമായ വിജയരാഘവൻ പറഞ്ഞ ഒരു കാര്യമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ചേരിതിരിവ് ദൃഢമായിട്ട് വയനാട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോകസഭയിൽ എത്തുമായിരുന്നില്ല എന്നാണ്. അത് ഒരു പരിധിവരെ ശരിയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആര് എത്ര വർഗീയതയ്ക്കെതിരെ പ്രസംഗിച്ചാലും സംസാരിച്ചാലും എഴുതിയാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമുദായ നേതാക്കളുടെ വീടുകളിലും മത നേതാക്കളുടെ വീടുകളിലും അരമനകളിലും രാഷ്ട്രീയ നേതാക്കൾ പോകുന്നത് ഇന്നൊരു പതിവായി മാറിയിരിക്കുന്നു. അവിടെ വർഗീയത ആരും കാണുന്നില്ല. അത് കേരളത്തിൻ്റെ ഒരു തനത് സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് ശ്രീ ജവഹർലാൽ നെഹ്റുവാണ്. അതെല്ലാം പോയിട്ട് മുസ്ലിം ലീഗിന് രാഷ്ട്രീയപരമായ ഒരു മഹത്വം ഉണ്ടാക്കി കൊടുത്തത് CPIM ആണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവരെ ചേർത്തുകൊണ്ട് 1967 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൽ ഇടതുപക്ഷ പാർട്ടികളായ RSPയ്ക്കും CPIM-നും അതുപോലുള്ള ചെറു പാർട്ടികളോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെയും ചേർത്തു എന്നുള്ളതാണ് വസ്തുത. അന്നു മുതലാണ് മുസ്ലിം ലീഗിന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പരിവേഷത കിട്ടുന്നത്. ഇപ്പോൾ വിജയരാഘവൻ്റെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് KC വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അധിക്ഷേപിച്ചു എന്നാണ് KC വേണുഗോപാലിൻ്റെ ആക്ഷേപം. അത് ശരിയാണോ തെറ്റാണോ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വർഗീയ കക്ഷികളുമായി പല ഘട്ടങ്ങളിലും രഹസ്യമായും പരസ്യമായും ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാരും മോശക്കാരല്ല. 1957 കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ലോകത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അധികാരത്തിൽ ഏറ്റുന്നതിന് വേണ്ടി അന്നും വർഗീയതയുടെ ചീട്ട് ഇറക്കി കളിച്ചു. അന്ന് വർഗീയതയുടെ ചീട്ട് ഇറക്കി കളിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. NSSൻ്റെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തത്. അന്ന് അതുകൊണ്ട് NSSൻ്റെ പിന്തുണയോടുകൂടിയാണ് അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലാദ്യമായിട്ട് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള രാഷ്ട്രീയം പരിശോധിച്ചാൽ 59 വിമോചന സമരം, ആ വിമോചന സമരത്തെ അന്നത്തെ RSSൻ്റെ പ്രമുഖ നേതാവ് മാധവ സദാശിവം ഗോൾവർക്കർ എതിർത്തത് അന്നും ഇന്നും ചർച്ചാ വിഷയമാക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് വിമോചന സമരത്തെ RSSൻ്റെ പരമോന്നത നേതാവ് എതിർത്തത്? ഒന്ന്, അന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരിലെ ബഹുഭൂരിപക്ഷം പേരും ഹൈന്ദവരായിരുന്നു. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി ബ്രാഹ്മണനായിരുന്നു. ഈ സത്യം തുറന്നു പറയാൻ അന്നും ഇന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ
1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം 1965 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ബഹുഭൂരിപക്ഷം സീറ്റും കരസ്ഥമാക്കുന്നതിന് വേണ്ടി അന്ന് CPIM മുസ്ലിം ലീഗുമായിട്ട് രഹസ്യ ധാരണയുണ്ടാക്കി. ആ രഹസ്യ ധാരണയുടെ ഫലമായിട്ടാണ് അന്ന് CPIയേക്കാൾ ബഹുഭൂരിപക്ഷം സീറ്റുകളും CPIMന് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ പലപ്പോഴും വർഗീയ സംഘടനകളുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. 1977 പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി ജനസംഘവുമായി രഹസ്യമായ ധാരണയുണ്ടാക്കി. അന്ന് KG മാരാർക്കും O രാജഗോപാലിനും വേണ്ടി പൊതുവേദിയിൽ EMS വോട്ടഭ്യർത്ഥിച്ചു. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ എടുത്തു പറയാനുണ്ട്. അത് പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി വ്യക്തമാക്കിക്കൊള്ളട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുസ്ലിം തീവ്രതയെ ഒരു പരിധിവരെ ചെറുത്തു നിർത്തുന്നത് മുസ്ലിം ലീഗാണ് എന്ന വസ്തുത കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം.